ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പറ്റും ഇത് മാരുതി സുസുക്കി സെൻ MB5 വണ്ടിയാണ്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്ക് ആണ്. അതായത് എഞ്ചിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നല്ല രീതിയിലുള്ള ഓയിൽ ലീക്ക് വരുന്നത്, അതായത് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഓയിൽ ലീക്ക് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിലൊരു ഓറിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു സീലും കാര്യങ്ങളൊക്കെ നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഡിസ്ട്രിബ്യൂട്ടർ അഴിക്കുന്ന സമയത്ത് അതിന്റെ കറക്റ്റായിട്ട് നോക്കി അഴിക്കേണ്ടതായിട്ടുണ്ട്, ടൈമിങ് കാര്യങ്ങളൊക്കെ നോക്കി അഴിക്കേണ്ടതായിട്ടുണ്ട്. അതിന്റെ റോട്ടറിന്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് വേണം അഴിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വണ്ടി സ്റ്റാർട്ട് ആവാത്ത ഒരു കണ്ടീഷനിലേക്കൊക്കെ പോകും. അപ്പോൾ നമുക്കിത് അഴിക്കാം. അപ്പോൾ ലീക്ക് നമുക്ക് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിന്റെ ലീക്ക് വരുന്നത് ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഫുള്ളായിട്ട് ഈ ഗിയർ ബോക്സിന്റെ അടിയിലെല്ലാം ഇങ്ങനെ ഓയിൽ വന്ന് നിറഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ ഫുള്ളായിട്ട് ഓയിൽ വന്ന് നിറഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഈ ഓയിൽ വരുന്നത് എവിടെ നിന്നാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ വരുന്നത്. ഡിസ്ട്രിബ്യൂട്ടറിനുള്ളിൽ ഒരു ഓറിംഗ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും ഒരു ഓറിംഗ് വരുന്നുണ്ട്, ഇവിടെ ഒരു സീൽ വരുന്നുണ്ട്, ഇവിടെ ഒരു ഓറിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കവറിനുള്ളിൽ നിന്ന് ഇങ്ങനെ ഓയിൽ ഇങ്ങനെ ഒറ്റി വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തായിട്ട്, അതായത് ഈ ഒരു ബോൾട്ടിന്റെ ഭാഗത്തായിട്ട് ഓയിലുണ്ട്. ആ ഓയിൽ നേരെ താഴോട്ട് ഇറങ്ങിയിട്ടാണ് ഈ ഓയിലിലേക്ക് താഴോട്ട് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. ഓൾറെഡി ഇതിന്റെ വാൾഗോർ പാക്കിംഗ് ഒക്കെ പുതിയതാണ് ഇട്ടേക്കുന്നത്. പക്ഷെ ഈ ലീക്ക് കൊണ്ടായിരിക്കും ചിലപ്പോൾ വാൾഗോർ പാക്കിംഗ് ഒക്കെ നേരത്തെ മാറിയത്. പക്ഷെ ഈ ലീക്ക് വരുന്നത് വാൾഗോർ പാക്കിന്റെ അല്ല, ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു ഓയിൽ ലീക്ക് വരുന്നത്. ഈ ഭാഗത്തോട്ടൊക്കെ നോക്കിയാൽ നല്ല രീതിയിൽ ഓയിൽ ഇവിടെ കലിച്ചു കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കപ്പ് ഒന്ന് അഴിച്ചെടുക്കാം. അതിന് 8ന്റെ റിംഗ് ഉപയോഗിച്ച് നമുക്ക് സിമ്പിൾ ആയിട്ട് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ താഴെയും ഒരു ബോൾട്ട് ഉണ്ട്. അത് ഈ ഭാഗത്തായിട്ടും ഒരു ബോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, ഈ 2 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടറിന്റെ കപ്പ് ഇങ്ങോട്ട് ഊരി മാറ്റി കഴിഞ്ഞാൽ അതിനകത്ത് ഓയിൽ വന്ന് കിടപ്പുണ്ടോ എന്നുള്ളത് മെയിനായിട്ട്. ഇതിന്റെ മെയിൻ കോഡ് വയർ നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഊരി മാറ്റി വെക്കുന്നുണ്ട്. ഈ 8ന്റെ റിംഗ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് ഇത് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇല്ലെങ്കിൽ സ്റ്റാർ ഉപയോഗിച്ചും അഴിച്ചെടുക്കാം. അതുപോലെ തന്നെ താഴത്തെ ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ഈ നീളത്തിലുള്ള 2 ബോൾട്ടായിരിക്കും വരുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഭാഗത്തായിട്ട്. നമുക്ക് കപ്പ് അതേപോലെ ഊരി ഇങ്ങോട്ട് മാറ്റി വെക്കാം. കപ്പ് ഊരുമ്പോൾ ഇതിനകത്ത് ഓയിൽ വന്ന് കിടക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിനുള്ളിലും ഓയിൽ, ഈ ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഓയിൽ വന്ന് കലിച്ച് താഴെ കിടക്കുന്നത്, ഈ കവറിന്റെ ഭാഗത്ത് താഴെ കിടക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ റോട്ടർ ഒന്ന് ഊരിയിട്ട് നോക്കാം. റോട്ടർ നമ്മൾ ഊരിയിട്ടുണ്ട്. ഈ കപ്പ് ഓൾറെഡി ഇതിന്റെ പൊട്ടിയതായതുകൊണ്ടാണ് സിമ്പിളായിട്ട് ഇങ്ങനെ പോകുന്നത്. ഈ ഭാഗത്തായിട്ട് വരേണ്ടതാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിയാൽ നമുക്ക് ആ ഓയിൽ ലീക്ക് നല്ലതുപോലെ കാണാനായിട്ട് സാധിക്കും. ഈ ഭാഗത്തൊക്കെ ഓയിൽ ഇങ്ങനെ വന്ന് നിറഞ്ഞ് കിടക്കാണ്. ഈ ഭാഗത്തു നിന്നാണ് താഴോട്ട് ഓയിൽ പോകുന്നത്. ഈ ഒരു ഓറിങ്ങിന്റെ ഭാഗത്തു നിന്നാണ് താഴോട്ട്, ഈ ഓറിങ്ങൊക്കെ ഓൾറെഡി ഒടിഞ്ഞിരിക്കുകയാണ്. ഈ ഓറിങ്ങിന്റെ താഴോട്ട്, ഈ ഭാഗത്തൂടാണ് താഴോട്ട് ഓയിൽ പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ ഊരി എടുക്കണം. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ഊരി എടുക്കാൻ നമ്മളിപ്പോൾ റോട്ടർ ഒന്ന് ഇട്ടിട്ടുണ്ട്. റോട്ടർ നമ്മൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ റോട്ടർ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എഞ്ചിൻ ഒന്ന് കറക്കിയിട്ട്, ക്രാങ്കിന്റെ ഭാഗത്ത് കറക്കിയിട്ട് ഈ റോട്ടർ ഈ മുകളിലോട്ടാക്കി വെക്കാം. എന്നിട്ട് അവിടെ ഒരു മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ടൈമിങ് നോക്കണമെന്നില്ല, ഒന്നാമത്തെ സിലിണ്ടറോട്ട് തന്നെ കറക്റ്റ് വെക്കണമെന്നില്ല. അപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് റോട്ടർ കൊണ്ട് വെച്ചിട്ട് നമുക്ക് അറിയാൻ ഭാഗത്തിന് അത് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ റോട്ടർ കറക്കി മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്തായിട്ട് മാച്ചിങ് ആവുന്ന രീതിയിലാണ് നമ്മൾ റോട്ടർ വെച്ചേക്കുന്നത്. അതായത് ഇതിന്റെ എൻഡ് ഈ ഭാഗത്തായിട്ട് മാച്ചിങ്ങില്ല. അപ്പോൾ ഇടുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ ഷാഫ്റ്റ് ഊരുന്ന സമയത്ത് ഇത് കറങ്ങി കഴിഞ്ഞാൽ മാറിപ്പോകും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ റോട്ടറിന്റെ പൊസിഷൻ ഒന്ന് നോക്കി വെച്ചത്. അതായത് ഈ ഒരു ഭാഗത്തായിട്ട് മാച്ചിങ്ങിലായിരിക്കണം നമ്മൾ വെച്ചേക്കുന്നത്. ഇപ്പോൾ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും മാച്ചിങ്ങിൽ വെക്കാം. ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് വെക്കാം, ഇങ്ങനെ വേണമെങ്കിലും മാർക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിലാണ് ഇത് മാർക്കിങ് വെച്ചേക്കുന്നത്. നോക്കിയാൽ മനസ്സിലാവും. ഇതുമായിട്ട് മാച്ചിങ് രീതിയിലാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ റോട്ടർ ഊരിയെടുക്കാം. ഇപ്പോൾ റോട്ടർ ഊരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മാർക്ക് ചെയ്യണം. അതായത് ഈ ഒരു ബോൾട്ട് നമുക്ക് അഴിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ബോൾട്ടും നമുക്ക് 12ന്റെ അഴിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഇവിടെ ഒരു മാർക്ക് വെച്ചേക്കണം. ഈ ടൈമിങ്ങിന്റെ അഡ്ജസ്റ്റ്മെന്റിൽ നേരത്തെ എങ്ങനെയാണോ ഇരുന്നത് ആ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ മാർക്ക് വെക്കണം. അപ്പോൾ നമ്മളത് മാർക്ക് വെക്കാനായിട്ട് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഭാഗവും തമ്മിലാണ് മാർക്ക് കറക്റ്റായിട്ട് വെക്കേണ്ടത്.
നമ്മളിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്തായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ലൂസ് ആയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ച് അഡ്ജസ്റ്റ്മെന്റ് ടൈമിംഗ് അഡ്വാൻസും റിട്ടേണും വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ഇപ്പം മാർക്ക് ചെയ്തേക്കുന്നത്. കാരണം ടൈമിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് ഡിലേ അതുപോലെ തന്നെ മെസ്സിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അയക്കേണ്ടത് ഈ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോൾ അത് മാർക്ക് ചെയ്തു. ഈ ഒരു സോക്കറ്റ് നമുക്ക് അയച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഈ സോക്കറ്റ് ഊരിയെടുക്കുക. ഇതിലെല്ലാം ഓയിൽ വന്നിട്ടുണ്ട്. മീൻസ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒലിച്ചിറങ്ങിയിട്ട് അങ്ങോട്ട് പോകുന്നതാണ് ഈ ഓയിലൊക്കെ. ഇനി നമുക്ക് ഈ 212 ബോൾട്ട് ലൂസ് ചെയ്യാം, അയച്ചെടുക്കാം. ഈ നീളത്തിലുള്ള സെയിം നീളത്തിലുള്ള വാഷർ ടൈപ്പ് ബോൾട്ട് ആയിരിക്കും ഈ ഭാഗത്തും വരുന്നത്. നമ്മളിപ്പോൾ അയച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടിൽറ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. വണ്ടി ഓടി വന്നേക്കുന്നതായിട്ട് നല്ല ചൂടുണ്ട്. അപ്പോൾ ഈ ഒരു വെട്ട് കറക്റ്റ് ഇനി നമ്മൾ ഊരിയെടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ആവും. അതുകൊണ്ടാണ് കറക്റ്റ് അത് മാർക്കിൽ നമ്മൾ ആ ഒരു പൊസിഷൻ ഏതെങ്കിലും ഒരു പൊസിഷൻ നോക്കി വെക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഊരിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ഓയിലിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടുന്ന് ഇങ്ങനെ ഓയിൽ കലിച്ചിട്ട് ഈ ഹോൾ വഴി താഴോട്ട് ഈ ഭാഗത്തെല്ലാം ഓയിൽ വരാനുള്ള കാരണം ഇവിടെ ഉള്ളിലായിട്ട് ഒരു സീലുണ്ട്. ആ സീല് പോകുന്നതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന കാരണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓറിങ് കൂടെ മാറ്റി വിടേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഓറിങ് നല്ലപോലെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഇപ്പം നമ്മൾ അഴിച്ചെടുത്ത ഭാഗത്തുനിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ഓയിൽ വന്ന് താഴോട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ മെയിനായിട്ട് ഓയിലിലേക്ക് ഈ ഒരു അകത്തുനിന്ന് വന്ന ഓയിലിലേക്കാണ്, ഇതിനകത്തെ ആ സീല് പോയതിനുള്ളിലാണ് അതിന്റെ സീൽ ഇരിക്കുന്നത്. ആ സീല് പോലെ ഓയിലിലേക്കാണ് മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഇനി ഇത് അഴിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട്, അതായത് ഇതിന്റെ ക്യാം സെൻസർ ആണ്. അപ്പോൾ ഈ രണ്ട് സ്ക്രൂ നമുക്ക് അഴിച്ചെടുത്തിട്ട് ഈ സെൻസർ ഇങ്ങോട്ട് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്, ഇവിടെ ഒരു പിന്ന് വരുന്നുണ്ട്. ഈ ഷാഫ്റ്റ് നമുക്ക് ഊരിയെടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഊരിയെടുത്താൽ മാത്രമേ ഈ ഷാഫ്റ്റിനെ നമുക്ക് അകത്തോട്ട് തള്ളാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ വരുന്ന ആ ക്ലിപ്പ്, ഈ പിന്ന് നമുക്ക് ഇതുവഴി അടിച്ചിട്ട് ഈ പിന്ന് നമുക്ക് അടിച്ച് ഇപ്പുറത്തൂടെ ഊരിയെടുക്കണം. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് അഴിക്കുന്നതിന് മുമ്പേ ഇതിന്റെ ഗ്യാപ്പ് ഒന്ന് നോക്കി വെച്ചേക്കണം. അതായത് ഈ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗമായിട്ട് ഇത്രയും ഗ്യാപ്പേ, ഒത്തിരി മുട്ടി നിന്ന് കഴിഞ്ഞാൽ ഈ റോട്ടർ തിരിയില്ല. ഇതിന്റെ അകത്തെ റോട്ടറാണ്, 4 സെന്റിലോട്ടുള്ള പ്ലഗിലോട്ട് കറണ്ട് പോകുന്ന റോട്ടറാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഈ സെൻസറിൽ ഒരു പ്രൊജക്റ്റ് നിൽക്കുന്ന ഭാഗം അകത്ത് നടുക്കായിട്ട് ഉണ്ട്. കാണാൻ സാധിക്കുമെന്ന് അറിയില്ല. അത് ഈ കാണുന്ന ആ ഒരു ഭാഗം. അതുപോലെ തന്നെ ഈ മുനപ്പുമായിട്ട് ഈ ഒരു ഗ്യാപ്പ്, അതായത് ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് തന്നെ ഈ കാണുന്ന ആ ഒരു ചെറിയ ഗ്യാപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണം. ഗ്യാപ്പ് കൂടിയാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല, ഗ്യാപ്പ് കുറഞ്ഞാൽ ഇതേ മുട്ടിയിട്ട് ഈ സെൻസർ പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മെയിൻ ആയിട്ട് നോക്കണം. നമ്മൾ അഴിക്കുമ്പോൾ എത്ര ഗ്യാപ്പ് ഉണ്ടോ ആ ഗ്യാപ്പ് തന്നെ വെക്കണം. അപ്പൊ ഇനി ഇത് നമുക്ക് ഈ സ്റ്റാർ അഴിച്ചിട്ട് ഈ സെൻസർ ഊരിയെടുക്കാം. അതുപോലെ തന്നെ ഈ ഷാഫ്റ്റിന്റെ പൊസിഷനൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. നമ്മളിപ്പോൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. നമ്മളിപ്പോൾ ഈ സെൻസറിന്റെ 2 സ്ക്രൂവും ഒരേ നീളമുള്ളതാണ്. ഈ സെൻസർ ഇതിനകത്ത് നിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഈ ഷാഫ്റ്റിന്റെ പിന്നാണ് അഴിച്ചെടുക്കേണ്ടത്. ഓക്കെ. നമ്മളിപ്പോ ഇതിന്റെ പിന്ന് ഊരി എടുത്തിട്ടുണ്ട്. ഈ നീളത്തിലുള്ള പിന്നായിരിക്കും. അപ്പൊ ഈ പിന്ന് ഊരുമ്പോൾ കറക്റ്റായിട്ട് ഇവിടെ ബോക്സ് വെച്ചിട്ട് വേണം അടിച്ച് ഊരി എടുക്കാനായിട്ട്. നമ്മൾ അല്ലാതെ അടിച്ചു ഊരി കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഡിസ്ട്രിബ്യൂട്ടർ അസംബ്ലി മാറേണ്ട ഒരു അവസ്ഥ. ഇതാണ് ഇതിന്റെ പിന്ന് വരുന്നത്. ഇനി നമുക്ക് ഈ ഷാഫ്റ്റിന് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഊരി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് ഊരിയെടുക്കാം. അപ്പൊ കറക്റ്റ് ചളുക്കാതെ വേണം അടിച്ച് ഊരി എടുക്കാനായിട്ട്. നമ്മളിപ്പോ ഈ ഷാഫ്റ്റ് ഊരി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഷാഫ്റ്റ് വരുന്നത്. ഇനി നമുക്ക് അഴിക്കേണ്ടത് ഇതിന്റെ ബെയറിംഗ് ആണ് വരുന്നത്. ഇതിന്റെ ബെയറിംഗ് ഉള്ളിലാണ് ആ സീല് വരുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് ഈ ഒരു പഞ്ച് വെച്ചിട്ട് കറക്റ്റ് ഈ ബെയറിംഗിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ ഭാഗത്തായിട്ട് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബെയറിംഗും ആ സീലും ഊരിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളിപ്പോ സീല് ഊരിയെടുത്തിട്ടുണ്ട്, അതുപോലെ ബെയറിംഗും ഊരിയെടുത്തിട്ടുണ്ട്. അപ്പൊ സീലിന്റെ പൊസിഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. ഈ സീലിന്റെ പൊസിഷൻ വരുന്നത്, ഈ സീല് ഊരി കിടക്കുന്നത് ഇതിന്റെ ഉള്ളിലായിട്ടായിരിക്കും സീല് പോയി കിടക്കുന്നത്. അതിന്റെ മുകളിലായിരിക്കും ഇതിന്റെ ബെയറിംഗും വരുന്നത്. അപ്പോൾ ഇനി നമുക്കത് ഫുള്ളായിട്ട് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുക്കാം. കൂടാതെ ഈ ഓറിയും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഓറിയും അതേപോലെ കാണാം. ഈ സീല് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫുള്ളായിട്ട് അങ്ങ് ഹാർഡായിട്ട് ഇരിക്കുകയാണ്. മീൻസ് അതാണ് ഈ ഓയിലേക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം. അതായത് കാലപ്പഴക്കം കൊണ്ട് ഹാർഡായതാണ്. അപ്പോൾ ഈ സീലും അതുപോലെ തന്നെ ഈ ഭാഗത്തുള്ള അഴുക്കും കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് കളയണം. അതുപോലെ തന്നെ ഈ ഓറിയും നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഈ ഓറിയും ഹാർഡായിട്ട് ഇരിക്കുകയാണ്. മീൻസ് ഈ സൈഡിൽ നിന്ന് നമുക്ക് ഓയിൽ ലീക്ക്
വരും. ഓൾറെഡി കുത്തിയപ്പോൾ തന്നെ ഇത് പൊട്ടിപ്പോയി. മീൻസ് തടി പോലെ ആയിരിക്കണം, ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതിരിക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും ഫുള്ളായിട്ട് ഒടിഞ്ഞൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മളിപ്പോ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിലെ അഴുക്കും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് അഴുക്കും കാര്യങ്ങളും എല്ലാം കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോ പുതിയ സീലും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഓറിങ്, അതായത് ഈ ഓറിങ് ഈ ഭാഗത്ത് വരുന്ന ഓറിങ് ആണ്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഈ കുത്തിയപ്പോൾ തന്നെ ഇത് ഒടിഞ്ഞു പോയേക്കുന്നത്. ഇതാണ് ഇതിന്റെ സീല് വരുന്നത്. അപ്പോൾ ഈ സീല് നമുക്ക് അടിച്ചു കയറ്റാനായിട്ട് ഇത് ഇങ്ങനെയാണ് ഈ സീൽ ഇതിനകത്തായിട്ട് കയറി വീഴുന്നത്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ബോക്സ് എടുത്തിട്ട് വേണം ഇത് അടിച്ച് തള്ളി കയറ്റാനായിട്ട്. നമ്മളിപ്പോൾ ഇത് കയറ്റാനായിട്ട് ഒരു ബോക്സ് കറക്റ്റ് എടുത്തിട്ടുണ്ട്. നോക്കിയാലേ മനസ്സിലാവും. അപ്പോൾ ഇതിനുള്ളിൽ വെച്ച് കറക്റ്റ് ഈ ഔട്ടറിൽ കട്ടുന്ന രീതിയിൽ വേണം, അല്ലെങ്കിൽ ഇവിടെ വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഈ സീല് ഡാമേജ് ആയി കഴിഞ്ഞാൽ പിന്നെയും ഓയിലിലേക്ക് വരുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. സീല് കയറ്റുന്നത് ഇങ്ങനെയാണ് കയറ്റുന്നത്. ഈ സ്പ്രിങ്ങിന്റെ ഭാഗം തിരിച്ചങ്ങോട്ടാണ്, കാരണം അവിടെ നിന്ന് ഇങ്ങോട്ട് ഓയിൽ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സീല് വരുന്നത്. അപ്പോൾ ഈ സീല് കറക്റ്റായിട്ട് വെച്ചിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ടൈറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ ബോക്സ് വെച്ച് കറക്റ്റായിട്ട് അടിച്ച് കയറ്റി വിടാം. നമ്മളിപ്പോൾ ഈ സീല് ഇതിനുള്ളിലായിട്ട് പ്രസ് ചെയ്ത് കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബെയറിംഗ് ആണ് കയറ്റേണ്ടത്. അപ്പോൾ ഈ ബെയറിംഗ് കയറ്റാനായിട്ട് അതുപോലെ തന്നെ കറക്റ്റ് ഒരു ബോക്സ് എടുക്കുക. നമ്മളിപ്പോൾ 18ന്റെ ബോക്സ് കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഈ ബെയറിംഗ് വെച്ചതിന് ശേഷം ഈ ബോക്സ് വെച്ച് കറക്റ്റായിട്ട് തട്ടി ഉള്ളിൽ കയറ്റി വിടുക. നമ്മളിപ്പോൾ ഈ സീല് കയറ്റി വെച്ച് ഈ ബെയറിംഗും കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സീല് ഉള്ളി കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറ്റേണ്ടത് ഈ ഷാഫ്റ്റ് ആണ്. അപ്പോൾ ഷാഫ്റ്റ് ഇതേപോലെ തന്നെ കട്ടത്തടി വെച്ച് തന്നെ അടിക്കുക. ഇവിടെ ഡാമേജ് ആവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഇതിന്റെ ഷാഫ്റ്റും കയറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കയറ്റേണ്ടത് ഈ സെൻസർ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് കയറ്റേണ്ടത് ഈ ഒരു ഭാഗമാണ് ഫിറ്റ് ചെയ്യേണ്ടത്. അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോർഷനിലാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. ഇനി നമുക്ക് ഈ പിന്നാണ് അടിച്ച് കയറ്റി ഇടേണ്ടത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ സെൻസറാണ് ഫിറ്റ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇതും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് കറക്റ്റായിട്ട് തന്നെ നോക്കി വിടുക. ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടേക്ക്, ഓവർ ഗ്യാപ്പായിട്ട് ഇടരുത്. ഓവർ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സെൻസ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ ഒത്തിരി അങ്ങ് അടുപ്പിച്ചിട്ട് കഴിഞ്ഞാലും ഈ ക്യാമ്പ് പോയിട്ട് മുട്ടിയിട്ട് പൊട്ടിപ്പോകാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ സ്ക്രൂ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഗ്യാപ്പ് കറക്റ്റായിട്ട് തന്നെ നോക്കുക. അതായത് ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ടാൽ മതി, തമ്മിൽ മുട്ടാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഓറിങ് ഫിറ്റ് ചെയ്യാം. ഓറിങ് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഇത് ഇങ്ങോട്ട് വലിച്ച് കയറ്റിയിടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓറിങ് നമ്മൾ ഫിറ്റ് ചെയ്ത് ഇനി ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ കൂട്ടത്തിൽ ഇവിടെ വരുന്ന നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് കൂടെ അഴിച്ചെടുത്തിട്ടുണ്ട്. കാരണം ഇനി നമ്മൾ ഇതിനകത്തെ ഓറിങ് കൂടെ പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അസംബ്ലി എല്ലാം അഴിച്ചാൽ മാത്രമേ ഈ ഒരു ഓറിങ് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ പ്ലേറ്റിന്റെ ഇവിടെ വരുന്ന ആ ഒരു ഓറിങ് കൂടെ നമ്മൾ ഈ കൂട്ടത്തിൽ മാറി വിടുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ വരുന്ന ആ കപ്പ് ഇപ്പം നമ്മൾ അഴിച്ചെടുത്തതും ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നേക്കുന്ന ആ ഓറിങ് ഇതാണ്. ഇതങ്ങ് ഫ്ലെക്സിബിൾ, അതായത് ഇതിന്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി പോയിട്ട് അങ്ങ് ഹാർഡായി. അതായത് ഇത് ഓറിങ് ആണ് വരുന്നത്, അതായത് ഇത് പരന്നു പോയി. മീൻസ് ഇത് നമ്മൾ എത്ര ബോണ്ട് ഇട്ടെന്ന് പറഞ്ഞാലും പിന്നെയും ലീക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂട്ടറും കാര്യങ്ങളെല്ലാം വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് പിന്നെയും ലീക്ക് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഈ ഡിസ്ട്രിബ്യൂട്ടറും കാര്യങ്ങളും എല്ലാം അഴിച്ചാൽ മാത്രമേ ഈ കപ്പ് നമുക്ക് ഊരിയിട്ട് ഈ ഒരു ഓറിങ് മാറാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ആ ഒരു ഭാഗം കൂടെ അഴിച്ചു നോക്കി. അപ്പോൾ അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഇത് ഒടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിൽ വന്നിട്ടുണ്ട്. അതായത് ഹാർഡായി, അതൊരു ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലാതെ നേരെ ഹാർഡ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിന്റെ പുതിയ ഓറിങ്. ഇത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, ആ റൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാവും. ഇതങ്ങ് പരന്നിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഈ സെയിം റൗണ്ട് ടൈപ്പ് ഓറിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് കയറി കിടക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ക്ലീനിങ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇത് ഫിറ്റ് ചെയ്ത് വിടാം. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഉള്ളിൽ വരുന്ന ആ ബോഡി, ഇതൊരു ശകലം ബോണ്ട് ഇട്ടിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓറിങ് നമ്മളിപ്പോൾ ഓൾറെഡി പുതിയത് ഇട്ടിട്ടുണ്ട്. നമ്മൾ ഇനി ഈ കപ്പ് ഓൾറെഡി നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ ആ ഓറിങ് ഇട്ട ഭാഗത്ത് ഒരു ശകലം ബോണ്ട് തൂച്ചിട്ടുണ്ട്. കാരണം കുറെ പഴയ വണ്ടിയാകുമ്പോൾ ഇവിടെയൊക്കെ ചെറിയൊരു വ്യത്യാസം വരുമ്പോൾ ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും ഓറിങ് ഇട്ടാൽ ലീക്ക് ആവാനുള്ള ചാൻസ് ഇല്ല, പക്ഷെ എന്നാലും നമ്മളൊരു സേഫ്റ്റിക്ക് വേണ്ടി ബോണ്ട് കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇടേണ്ടത് ഈ മാർക്ക് നമ്മൾ ഈ ഭാഗത്തായിട്ടാണ് നേരത്തെ മാർക്ക് ചെയ്ത്. അതുപോലെ തന്നെ ഈ റോട്ടർ ഞാനിപ്പോൾ കയറ്റി ഇട്ടതാണ് ഇവിടോട്ട്.
ഈ റോട്ടർ നമ്മൾ നേരത്തെ വെച്ചത് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ അതേ പോർഷനിൽ തന്നെ നമുക്ക് കയറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കറക്റ്റ് മേളിൽ മാർക്ക് ചെയ്തത് ഈ ഒരു പോർഷനിലാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചത് ഈ ഒരു മാർക്ക്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ റോട്ടർ അഴിച്ചപ്പം ഈ ഒരു പോർഷനിലാണ് റോട്ടർ അഴിച്ചെടുത്തത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ 12ന്റെ 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാം. കാരണം അതേ എങ്ങനെയാണോ ഇരുന്നത് അതേ പോർഷനിലാണ് നമ്മളിപ്പോൾ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് റോട്ടർ ഊരിയിട്ട് ഇതിന്റെ കപ്പ് ഇടാനുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ബോൾട്ട് ടൈറ്റ് ചെയ്ത് വിടാം. നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ആ ഓറിയും കാര്യങ്ങളും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പൊട്ടിയതിന്റെ ബാക്കിയൊക്കെ നമ്മൾ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കപ്പാണ് ഇടേണ്ടത്. അപ്പോൾ ഈ കപ്പ് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് റോട്ടർ നമുക്ക് കയറ്റിയിടാം. എന്നിട്ട് ഈ കപ്പിന്റെ അവിടെ ഒരു ശകലം സൂപ്പർ ഗ്ലോ എല്ലാം വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമുക്ക് ഈ സോക്കറ്റ് കൊടുക്കാം. സോക്കറ്റ് കൊടുത്തു. ഇനി നമുക്ക് അതിന്റെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ കപ്പ് ഇടാം. ഓക്കെ, ഇനി നമുക്ക് ആ 2 സ്ക്രൂവും ടൈറ്റ് ചെയ്ത് വിടാം. ഇനി നമുക്ക് ഇതിന്റെ മെയിൻ കോഡ് വയർ കൊടുക്കാം. അപ്പോൾ എല്ലാ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഈ ബോഡിയൊക്കെ അടിക്കുമ്പോൾ ഇതുപോലെ ക്ലാമ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഈ ക്ലാമ്പ് ഇട്ടുവിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ കേബിൾ ടച്ച് ആയിട്ട് അവിടെ ഇവിടെ മുട്ടി ഉരഞ്ഞിട്ട് കേബിളിന്റെ കോർ പൊട്ടാനുമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയാണ് ഈ വയറിങ്ങിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ക്ലിപ്പോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ ഇതിന്റെ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ. നമ്മളിപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഏകദേശം ഒരു അരമണിക്കൂറോളം സ്റ്റാർട്ടിങ്ങില്, അല്ലെങ്കിൽ ഏകദേശം ഒരു 10-15 മിനിറ്റോളം സ്റ്റാർട്ടിങ്ങിൽ ഇരിക്കുക. അല്ലെങ്കിൽ ഓടിച്ച് നോക്കിയിട്ട് വന്നിട്ട് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് വിടുക. ഓപ്പി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ. ഓപ്പി ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തേ. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കുന്നത് ഈ ഒരു ബെൽറ്റിന്റെ സൗണ്ടാണ്. ഒരു കീ എന്നുള്ള ആ ഒരു ഒച്ച കേൾക്കുന്നത്. അപ്പൊ കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ഇനി ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുക. ഓഫ് ചെയ്തോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വരുന്ന മാർക്ക്, അതുപോലെ തന്നെ റോട്ടറിന്റെ പൊസിഷൻ, അതുപോലെ തന്നെ ഈ റോട്ടർ നമ്മൾ ഊരിയെടുക്കുന്ന ഷാഫ്റ്റിന്റെ പുറകിലത്തെ ആ ഒരു പൊസിഷൻ, ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഈ ഇത്രയും ഓറിങ് മാറുന്ന അവസരത്തിൽ ഇതിന്റെ കപ്പോട് അഴിച്ചിട്ട് അതിന്റെ ആ മെയിൻ ഓറിങ് കൂടെ മാറ്റി വിട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗത്തുനിന്ന് ഒരു ലീക്കിന്റെ കാര്യം നമുക്ക് പിന്നെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളിപ്പോ കണ്ടതാണ് ആ ഓയിലും ലീക്കും ഒക്കെ, ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ഏതിന്റെ കണ്ടാണ് ഡിസ്ട്രിബ്യൂട്ടറിന്റെ ആ ഭാഗത്തു നിന്നുള്ള ഓയിൽ ലീക്ക് ആവുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഓറിങ് മാറുന്ന സമയത്ത് ആ ഒരു അകത്ത് വരുന്ന സീല്, പുറത്ത് വരുന്ന ഓറിങ്, ചെറിയ റൗണ്ടിലുള്ള ഓറിങ്, അത് കൂടാതെ തന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഫിറ്റ് ചെയ്യുന്ന ഈ കപ്പിന്റെ ആ വലിയൊരു ഓറിങ്, ചെറിയ കനമുള്ള ആ വലിയൊരു ഓറിങ് കൂടെ മാറ്റിവിടാം. നമ്മളിപ്പോ അഴിച്ചപ്പോൾ കണ്ടാണ് ആ ഓറിങ് ഇങ്ങനെ മടങ്ങി അങ്ങ് ചതങ്ങി ഇരിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അത് കാരണം ബാക്കിയുള്ള ഓയിൽസിന്റെ ലീക്ക് നിൽക്കുമ്പോഴത്തേക്ക് പിന്നീട് ആ ഭാഗത്തുനിന്ന് ലീക്ക് ആവാൻ തുടങ്ങും. പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറും കാര്യങ്ങളും എല്ലാം പിന്നെ അഴിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടർ അഴിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡെൽക്കോ അഴിക്കുന്ന സമയത്ത് ടൈമിങ് മസ്റ്റ് കറക്റ്റായിട്ട് തന്നെ നോക്കി വിടുക. ഇല്ലെന്നുണ്ടെങ്കിലും ടൈമിങ് നോക്കിയില്ല എന്നുണ്ടെങ്കിലും നമുക്ക് പിന്നീട് അഴിച്ചാലും ടൈമിങ് ചെയ്യാം. പക്ഷെ ടൈമിങ് നോക്കി ചെയ്യുമ്പോൾ നോക്കി ചെയ്യുന്നതാണ് അതിന്റെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെ നമ്മൾ ടൈമിങ് അഡ്വാൻസ് റിട്ടേൺ ചെയ്യുന്നത്, അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കണ്ടാണ് കറക്റ്റായിട്ട് ആ 12ന്റെ ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റോട്ടറിന്റെ പൊസിഷൻ എങ്ങനെയാണോ അഴിക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ ഫിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റോട്ടറിന്റെ ബാക്കിൽ വരുന്ന പിന്നെ ക്യാമറയിലോട്ട് കയറി കിടക്കുന്ന ആ ഒരു ചെറിയൊരു വെട്ടുള്ള 2 വെട്ടുള്ള ആ ഒരു ക്ലാമ്പും കറക്റ്റായിട്ട് തന്നെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിന്റെ ആ ക്യാം സെൻസർ, അതായത് ഡിസ്ട്രിബ്യൂട്ടറിനുള്ളിൽ വരുന്ന ആ ക്യാം സെൻസറിന്റെ ഗ്യാപ്പ് കറക്റ്റായിട്ട് നോക്കി വെക്കുക. അതേ ഗ്യാപ്പിൽ തന്നെ ഫിറ്റ് ചെയ്യുക. ഗ്യാപ്പ് കൂടിയാലും വണ്ടി സ്റ്റാർട്ട് ആവില്ല, കാരണം സെൻസ് ചെയ്യില്ല കറക്റ്റ്. അതുപോലെ തന്നെ അതൊരു മാഗ്നറ്റിക് ഫീൽഡാണ് വരുന്നത്. അപ്പൊ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അത് സെൻസ് ചെയ്യില്ല. ഗ്യാപ്പ് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് മുട്ടിയിട്ട് ആ റോട്ടർ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അതിന് മുമ്പേ കറക്റ്റും കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറിന്റെ ഭാഗത്തു നിന്നുള്ള സെന്നിന്റെ ഓയിൽ ലീക്കിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.